വന്ദേ മാതരം. സുജലാ സുഫലാ മലയജ ശീതളാ സസ്യശ്യാമളാ മാതരം. വന്ദേ മാതരം. ശുഭജ്യോത്സ്ന പുളകിതയാമിനി പുല്ലകുസുമിത ധ്രുവമരശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഗതാം വരദാം മാതരം. വന്ദേ മാതരം. വന്ദേ മാതരം. ജനശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്ര ഉദ്ഘാടനവും ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും നടത്തി. മുഖ്യമന്ത്രി 2-3 ദിവസം കഴിഞ്ഞ് അവിടെ പോയി. പക്ഷേ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയാണെങ്കിലും അല്ലെങ്കിലും ഈ വാർത്ത അറിഞ്ഞാൽ അപ്പോൾ കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ അവിടെ എത്തുമായിരുന്നു. സ്നേഹത്തിൻ്റെ, കരുണയുടെ, കാരുണ്യത്തിൻ്റെ, സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ പ്രതീകം ആണ് ഉമ്മൻചാണ്ടി. ആ ജീവിതം, രാഷ്ട്രീയ ജീവിതം മുഴുവൻ, പൊതുജീവിതം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ഒരു ജീവിതമായിരുന്നു. ഞങ്ങൾ ജനശ്രീ മിഷൻ എന്നൊരു സംഘടന 17 വർഷം മുമ്പ് ആരംഭിച്ചതാണ്. ഇവിടെയുള്ള അതിൽ പങ്കാളികളായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അന്ന് ഇത് രൂപീകരിക്കുമ്പോൾ ആദ്യത്തെ ആലോചനാ യോഗം ഉദ്ഘാടനം ചെയ്തത് ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹം ഞങ്ങൾക്ക് ഈ സംഘടന രൂപീകരിക്കുന്നതിൽ പ്രചോദനവും പ്രേരണയും നൽകിയ നേതാവായിരുന്നു. അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾ മൈക്രോ ഫൈനാൻസോ മൈക്രോ എൻ്റർപ്രൈസസോ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തൂ, പക്ഷേ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നിങ്ങളോടൊപ്പം ജീവിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് നിങ്ങൾ നൽകുന്ന സഹായം, രോഗികൾക്ക്, അവശരായ ആളുകൾക്ക്, ഏറ്റവും കൂടുതൽ സഹായം അർഹിക്കുന്ന ആളുകൾക്ക് പരസ്പരം സഹായിക്കാനും അവർക്ക് നിങ്ങൾ സ്നേഹസ്പർശം കൊണ്ട് അവരുടെ ദുഃഖത്തിനും വേദനയ്ക്കും ആശ്വാസം നൽകാനുള്ള പ്രവർത്തനത്തിലാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രകൃതി ദുരന്തത്തിൽ വീടും സ്വത്തും നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കുവാനും സാമ്പത്തികമായി സഹായിച്ച് ജനശ്രീ പ്രവർത്തകർ നാടിന് മാതൃകയാകണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജനശ്രീ സംസ്ഥാന ചെയർമാൻ MM ഹസൻ ആഹ്വാനം ചെയ്തു. അദ്ദേഹം എന്തിനു വേണ്ടി ജീവിച്ചു? അദ്ദേഹത്തിന്റെ ജീവിതം സഹായം അർഹിക്കുന്നവർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം സമർപ്പിച്ചതുപോലെ ജനശ്രീ മിഷൻ അദ്ദേഹത്തിന് നിത്യസ്മാരകമായി ജനശ്രീയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു പ്രത്യേക അനുബന്ധ പ്രസ്ഥാനമായി ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം ഞങ്ങൾ എല്ലായിടത്തും ആരംഭിക്കാൻ തീരുമാനിച്ചു. തുടക്കത്തിൽ തന്നെ ഞങ്ങൾ അവിടെ ചെയ്തത് കോട്ടയം മാപ്പിള ഹാളിൽ 100 പേർക്ക്, ഉമ്മൻചാണ്ടിയുടെ നിയോജക മണ്ഡലത്തിലുള്ള 50 വൃദ്ധജനങ്ങൾ, വാർദ്ധക്യകാല പെൻഷൻ കിട്ടാതെ കഷ്ടപ്പെടുന്നവർക്ക്, അവർക്ക് 1 മാസത്തെ 2 മാസത്തെ വാർദ്ധക്യകാല പെൻഷൻ്റെ തുക, വിദ്യാഭ്യാസം നടത്തി മുമ്പോട്ട് പോകാൻ കഴിയാത്ത നിർധനരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം, ഇങ്ങനെയുള്ള പരിപാടികൾ നൽകിക്കൊണ്ട് തുടങ്ങി. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയതുകൊണ്ടോ കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാക്കിയതോ കൊണ്ട് അദ്ദേഹം ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്നതിനേക്കാൾ ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണീരൊപ്പിയ ഐക്യരാഷ്ട്രസഭയുടെ തന്നെ അദ്ദേഹം അവാർഡ് വാങ്ങിച്ച അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടിയാണ് ഇന്നും ഉമ്മൻചാണ്ടിയായി മനുഷ്യ മനസ്സുകളിൽ അടയാളപ്പെടുത്തുന്നത്. ആ ഉമ്മൻചാണ്ടിക്ക് യഥാർത്ഥത്തിൽ മരണമില്ല, മഹാന്മാർക്ക് മരണമില്ല എന്ന് നമ്മൾ പറയുന്നത്
ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ എന്നും നിലനിൽക്കും എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ഒരു നല്ല ഭരണാധികാരി എങ്ങനെയാവണം, ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാവണം, ഒരു MLA എങ്ങനെയാവണം, ഒരു കുടുംബനാഥൻ എങ്ങനെയാവണം, ഇതിനെല്ലാം മാതൃകയാണ് അദ്ദേഹം. അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യസ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അതുപോലെ തന്നെ ത്യാഗത്തിൻ്റെയും പ്രതീകമായി ജീവിച്ച അദ്ദേഹം. ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് വാസ്തവത്തിൽ വരും തലമുറകൾക്ക് വിശ്വസിക്കാൻ പോലും തോന്നാത്ത വണ്ണം മനുഷ്യ മനസ്സുകളെ സ്വാധീനിച്ച ഒരു മഹാൻ വ്യക്തിയായിരുന്നു. ജനശ്രീ ജില്ലാ ചെയർമാൻ MO ജോൺ അധ്യക്ഷത വഹിച്ചു. നേതാവായ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ദിനമാണ്. 18-ാം തീയതിയായിരുന്നു അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. പക്ഷേ ഈ ഒരു മാസം നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരിക്കുകയും ദുഃഖാചരണം നടത്തുകയും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യണമെന്ന ജനശ്രീ സംസ്ഥാന മിഷൻ്റെ തീരുമാനപ്രകാരം ഇന്ന് 31-ാം തീയതിയായിരുന്നു നമ്മൾ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിക്കാത്തത് കൊണ്ട് നമ്മൾ ഇന്നത്തേക്ക് മാറ്റി. ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിൽ സ്മൃതി കേന്ദ്രങ്ങൾ എല്ലാ ജില്ലകളിലും ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്തെ മഹാസമ്മേളനമായിട്ടാണ് അത് നടന്നത്, തിരുവനന്തപുരത്തെ. പക്ഷെ അദ്ദേഹം കാരുണ്യത്തിൻ്റെ ഒരു പര്യായമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കരസ്പർശം സാന്ത്വനപ്പെടുത്താത്ത ഒരു മനുഷ്യനും കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. കേരളത്തിന് പുറത്തും വിദേശങ്ങളിലുമൊക്കെ അങ്ങനെയുള്ള ആളുകളുണ്ട്. കോടീശ്വരൻ്റെ കോടിയേക്കാൾ വിധവയുടെ ചില്ലിക്കാശിനാണ് മൂല്യം എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സത്യമാണ്. ചെയർമാൻ നമ്മുടെ കയ്യിലുള്ള ചില്ലിക്കാശുകൾ ജനശ്രീയെ ഏൽപ്പിക്കണം. അത് നമുക്ക് കളക്ടർക്ക് കൊടുക്കണം. ദുരിതാശ്വാസത്തിന് അത് വിനിയോഗിക്കണം. അതിന് തുക വലുതാകണമെന്നില്ല. നമ്മുടെ പേരൊന്നും പത്രത്തിൽ വരണമെന്നുമില്ല. നിസ്സാര നാണയത്തുട്ടുകളാണെങ്കിലും അത് നമ്മൾ നൽകണം എന്ന് മാത്രമേ ഞാൻ പറയുന്നു. KPCC ജനറൽ സെക്രട്ടറി BA അബ്ദുൽ മുത്തലിബ്, മേരി കുര്യൻ, VN പുരുഷോത്തമൻ, പോളച്ചൻ മണിയൻകോട്, തോപ്പിലബു, PM മുജീബ്, ലത്തീഫ് പൂഴിത്തറ, ജനശ്രീ ബ്ലോക്ക് ചെയർമാൻമാരായ ബാബു കൊല്ലംപറമ്പിൽ, അഡ്വക്കേറ്റ് റീസ്, റീഗൽ പയസ്, VM വിജയൻ, AK രാജൻ, ഡേവിസ് പനക്കൽ, CG എൽദോസ്, PP ജേക്കബ്, ഷേഖ് ഹബീബ്, റജി KK, അലക്സാണ്ടർ പറമ്പിത്തറ, അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, KK ജമാൽ, PV എൽദോസ്, അസ്ലം, മുഹമ്മദ് ഷഫി, G മാധവൻകുട്ടി, രാജേഷ് പുത്തനങ്ങാടി, MAK നജീബ്, മുഹമ്മദ് ഹാരിസ്, ജോണി ക്രിസ്റ്റഫർ എന്നിവർ സംസാരിച്ചു. ഇന്ന് ജനശ്രീ മിഷന്റെ നേതൃത്വത്തിൽ പ്രിയങ്കരനായ നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞ കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു അത്താണിയായിരുന്ന ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ 1-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ജനശ്രീ മിഷന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സ്മൃതി കേന്ദ്രങ്ങൾ ആ നിയോജന തലത്തിലുള്ള കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ പാവപ്പെട്ടവർക്ക് നൽകുന്നൊരു ധാന്യം നൽകുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ട്. ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസമാണ്. ഉമ്മൻചാണ്ടി സാറ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഓരോ ഓർമ്മകൾ പോലും നമ്മുടെയൊക്കെ മനസ്സിൽ വളരെയേറെ ദുഃഖവും വേദനയും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ഒത്തുകൂടിയിരിക്കുന്നത്. ആദരണീയനായ ജനശ്രീയുടെ ചെയർമാൻ ശ്രീ MM ഹസൻ സാർ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ ഓരോ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, ഓരോ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിലെ പാവപ്പെട്ട ആളുകളോടൊപ്പം നിന്ന, ദുരിതം അനുഭവിക്കുന്ന ആളുകളോടൊപ്പം നിന്ന അദ്ദേഹത്തെ പോലുള്ള നേതൃത്വം നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ്. അതുപോലെ അത്ര ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന അതുപോലെയുള്ള ആൾക്കാരെ നമ്മൾ ഓരോ മണ്ഡലത്തിലും ഒരു 5 പേര് വെച്ച് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കൂ എന്നുള്ളതാണ് അതിൻ്റെ കാര്യം.
നമുക്ക് പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് ജൻസിയെ കൊണ്ടുപോകാൻ സാധിക്കും. അതിലൂടെ തന്നെ നമുക്ക് സംരംഭക രംഗത്തും മറ്റുള്ള എല്ലാ പാവപ്പെട്ടവരെ സഹായിക്കാനും എല്ലാം കഴിയും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇതിവിടെ വളരെയേറെ ഭംഗിയോട് കൂടി നടത്താൻ കാണിച്ച ജില്ലാ കമ്മിറ്റിയുടെ ആ ആത്മാർത്ഥതയെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. ജനമനസ്സുകളിലേക്ക് പകരുന്നത് പോലെ തന്നെ കാരുണ്യ പ്രവർത്തനം നടത്തി നമ്മോടൊപ്പമുള്ള ദുഃഖമനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കണം, അതിന് പ്രവർത്തിക്കണം എന്ന ആഹ്വാനം നടത്തുകയുണ്ടായി. ഇനിയുള്ള കാലം നമുക്ക് ഉമ്മൻചാണ്ടി അനുസ്മരിക്കുക മാത്രമല്ല, പാവങ്ങളെ സഹായിച്ചാൽ മാത്രമേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 139 വർഷവും പറഞ്ഞത് അതുതന്നെയാണ്. നമുക്ക് അതുമായി മുന്നോട്ട് പോകാം. ഈ ആഹ്വാനം നടത്തിയപ്പോൾ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ആദ്യമായി ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിൽ കാരുണ്യ പ്രവർത്തനത്തിന് തുടക്കമിട്ടത് ജനശ്രീയാണെന്ന് പറയുന്ന കാര്യത്തിൽ എനിക്കേറെ അഭിമാനമുണ്ട്. അത് ഇനിയും തുടരണം. ന്യൂസ് ബ്യൂറോ ആലുവ. MES College of Engineering and Technology കുന്നക്കര, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള AICTE അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ MESന്റെ പ്രമുഖ സ്ഥാപനത്തിൽ 2024 വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ISO 9001:2050 അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ BTech കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം. വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും. MES മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പുകൾ നൽകുന്നു. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ: ഫോൺ 9444781611, 8089921675. ആലുവ നാച്ചുറൽസ്, ആലുവയുടെ ജൈവ കലവറ, തോട്ടയ്ക്കാട്ടുകര, ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ്, ഓൾഡ് ദേശം റോഡ്. നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായും ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. ബ്ലാക്ക് റൈസ്, രക്തശാലി, നവര, ചെന്താടി, പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി, വരക്, പനിവരക്, തിന, മണിച്ചോളം, അട്ടപ്പാടി റാഗി, കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. GI സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര, വെച്ചൂർ പശുവിൻ നെയ്യ്, ബ്രൗൺ ഷുഗർ,
ഓർഗാനിക് സർട്ടിഫൈഡ് എസൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ്. രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചെരുപ്പുകൾ വെരിക്കോസ് വെയിൻ, സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകളും ഇവിടെ ലഭിക്കും. ക്ലാസ് 1 മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി, മസാലപ്പൊടി, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, ശുദ്ധമായ എള്ളെണ്ണ, നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ, പാലക്കാടൻ കൊണ്ടാട്ടങ്ങൾ, അച്ചാറുകൾ, കുടംപുളി, വാളൻപുളി, തേയില, കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ്. കങ്കൻ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും. കരൾ, വൃക്ക, ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ്. കങ്കൻ വാട്ടർ, എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ. കങ്കൻ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ്. ആലുവ നാച്ചുറൽസ്, ആലുവയുടെ ജൈവ കലവറ. ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ്, ഓൾഡ് ദേശം റോഡ്, തോട്ടക്കാട്ടുകര, ആലുവ.